ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നത് ഒരു കല്യാണത്തിനാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കൗത്തിലും ഫേസിലൊക്കെ പാടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഹിമാലയൻ്റെ ഒരു സൺസ്ക്രീൻ ആണ് ഇട്ടെടുക്കുന്നത്. ഇത് SPF 15 ഉള്ളൂ, 13 ഉള്ളതൊന്ന് വാങ്ങണം. അപ്പോൾ അതിൽ തീരില്ല, ഞാനത് നെക്കി എന്തൊക്കെയോ കാട്ടി എടുക്കുന്നുണ്ട്. അവസാനം എനിക്ക് കുറച്ച് കിട്ടിയിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഡോട്ടായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം 2 ഫിംഗറിൽ അപ്ലൈ ചെയ്യണം ശരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് അത്ര സാധനമില്ല. നിങ്ങൾക്ക് നേരത്തെ കണ്ടില്ല, ഞാൻ നന്നായിട്ട് ഇങ്ങനെ പീനെടുത്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം സൺസ്ക്രീനില്ലാതെ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റത്തില്ല, അമ്മ എടുത്ത വെയിലാണിപ്പം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ഏത് ഫൗണ്ടേഷൻ ഏത് ബ്രാൻഡെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ എനിക്ക് ഓരോരുത്തരുണ്ടായപ്പോൾ തന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഫൗണ്ടേഷൻ എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും കുറച്ച് ഇടാനല്ല, അപ്പോൾ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞാൻ കോമ്പാക്റ്റാണ് ഇടാൻ പോകുന്നത്. ഐഷാഡോ പാലറ്റുള്ള കോമ്പാക്റ്റാണ് കേട്ടോ. നേരത്തെ ബ്രഷൊക്കെ മാറ്റിക്കുന്നുണ്ട് ഗൈസ്, എന്തിനാണ് എനിക്കറിയില്ല. അപ്പോൾ അതിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത്. അതായത് 2 ഷെയ്ഡ്സ് അതിൽ അവൈലബിൾ ആണ് കോമ്പാക്റ്റിൽ. അതിൽ ഞാൻ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു ഷെയ്ഡ് ഇട്ടു. ഞാനൊരു ലൈറ്റ് ഷെയ്ഡാണ് ഇട്ടത്. കുറച്ച് ഉദിച്ച് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഗൈസ് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ബ്ലൂ ഹാവിൻ്റെ ഒരു ലവ് ചാം പറഞ്ഞിട്ടുള്ളൊരു ഈ ഒരു ലിപ് ബാമാണ്. എൻ്റെ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ കാണാം കേട്ടോ ഗൈസ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഐഷാഡോ പാലറ്റ് ഇല്ല, അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഐഷാഡോ ഇട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഐഷാഡോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വീഡിയോയിൽ തുള്ളി പോലും കാണുന്നില്ല. ഞാൻ നല്ല ഓവറാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വീഡിയോ തുള്ളിയൊക്കെ കാണുന്നില്ല. കാണുന്നതുകൊണ്ട് ഞാൻ വേറെ ഷെയ്ഡ് എടുത്തിട്ടു കേട്ടോ. എന്നിട്ടുണ്ടോ ഇത് കാണാനില്ല. എന്നിട്ട് ഞാൻ സാരില്ല, കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഇവിടെ വെച്ചു. എന്നിട്ട് പറ്റ ഓവറാവും കേട്ടോ. ഞാൻ പിന്നെ ഐലൈനർ എടുത്തുകൊണ്ട് വന്നിട്ട്, അത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. പിന്നെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഒരു മസ്കാര ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ആ മസ്കാര എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇനി അടുത്തത് ഞാൻ ബ്ലഷ് ഇട്ടെടുക്കുകയാണ്. ഇത് ലിപ്സ്റ്റിക്കാണ് സംഭവം. അപ്പം അത് വെച്ചിട്ട് ഞാൻ ബ്ലഷ് ഇട്ടെടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടി കൂട്ടുന്നുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഞാൻ അടുത്തത് വാസ്ലിനാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത ലിപ് ബാം ഇട്ടതാണ്, എന്നാലും ഒരു ഷോക്ക് വേണ്ടിയിട്ട് വാസ്ലിൻ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ DLC 025 പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊക്കെ കയറി ചെക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ, ഇനി ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് വള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല ടൈറ്റായിട്ടുള്ള വളയാണ്, കൊള്ളുന്നില്ല ഗൈസ്, പക്ഷേ അതിൻ്റെ ഭംഗി കാരണം എനിക്ക് അതന്നെ ഇടാൻ തോന്നി. അപ്പോൾ ഞാൻ അതിനിട്ടു. പിന്നെ അടുത്തത് റോസ് ഗോൾഡിൻ്റെ ഒരു ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല രസമല്ല ഗൈസ്. എനിക്കത് ഇടാൻ കഴിയുന്നില്ല, ഞാൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഇനി ഞാൻ ഫ്രണ്ടിലേക്ക് ഇടാൻ വിചാരിച്ചപ്പം അതിൻ്റെ മുന്നിലൊരു ലോക്കറ്റ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇട്ടു. പിന്നെ ഞാൻ അടുത്ത ഒരു റിങ്ങിൻ്റെ ഒരു കമ്മലാണ് കേട്ടോ ഗൈസ് ഇട്ടിട്ടുള്ളത്, കണ്ടില്ലേ. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ ഹെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.